മാസ്റ്ററിന് ചികിത്സ കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ വീണ്ടും തൈചി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഒരുപാട് സമയം തൈചി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. ശരിക്കും തൈചി ചുവാൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഇതൊരു ചൈനീസ് പാരമ്പര്യ വ്യായാമ മുറയാണ്. ചലിക്കുന്ന മെഡിറ്റേഷൻ എന്ന ഒരു ഓമന പേരും തൈചിക്കുണ്ട്. തായ് മീൻസ് എക്സ്ട്രീം എന്നാണ്, ചി മീൻസ് ജീവശക്തി എന്നാണ്, ചുവാൻ മീൻസ് സെൽഫ് ബോക്സിംഗ് അഥവാ സെൽഫ് വാർ എന്നും ഉദ്ദേശിക്കാം. ചേർത്ത് വായിച്ചാൽ ജീവശക്തിയുടെ എക്സ്ട്രീം ലെവലിനെ, ഉന്നത തലത്തെ ഉപയോഗിച്ച് നമ്മളോട് തന്നെ ചെയ്യുന്ന യുദ്ധം എന്നാണ് തൈചി ചുവാൻ എന്നതിൻ്റെ ഒരു മലയാള സാരം. എന്തിനാണ് നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ മറ്റുള്ളവരോടാണ് വഴക്കിടാറല്ലേ? എന്നാൽ തൈചിയിൽ അങ്ങനെയല്ല. തൈചി പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെയല്ല, നിങ്ങളെയാണ്. നിങ്ങളിലുണ്ടാകുന്ന ദേഷ്യം, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, രോഗം, ഇത്തരം കാര്യങ്ങൾ സ്വയം ഹീല് ചെയ്യുന്ന ഒരു രീതിയാണ് തൈചി ചുവാൻ എന്നുള്ളത്. ഈ കല കേരളത്തിൽ വളരെ അപൂർവമാണ്. ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നതാണ് ഈ കലയ്ക്ക് വേണ്ടി. അവസാനമാണ് ഞാൻ മലേഷ്യയിലെത്തുന്നത്. ഇവിടെ നിന്നും കഴിഞ്ഞ ഏകദേശം 4 വർഷത്തോളമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഓൺലൈനായിട്ട് ഏകദേശം 5 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു കലയാണ് തൈചി ചുവാൻ. മാത്രമല്ല എൻ്റെ പേഷ്യൻസിന് എനിക്ക് ഒരുപാട് റിസൾട്ട് കൊടുക്കാനും ഈ തൈചി ചുവാനിലൂടെ സാധിച്ചിട്ടുണ്ട്. മുട്ടുവേദന, ഊരവേദന, തലവേദന, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ്, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ, തൈറോയിഡ് തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ തന്നെ തൈചി ചുവാൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവാണ്. തൈചി ശരിക്കും ഒരു താളാത്മകമായ കലയാണ്. നമ്മൾ മറ്റ് വ്യായാമം പോലെ ഓടിയോ ചാടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ധൃതിയിലൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മനസ്സും ശരീരവും ഒരുപോലെ ഒരു ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് തൈചി ചുവാൻ. ഇതിൻ്റെ ഒരു ഓമന പേരാണ് ചലിക്കുന്ന മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്താണെന്ന് നമുക്കറിയാം, ഒരു ധ്യാനം തന്നെ. വ്യത്യസ്ത രീതിയിലുള്ള മെഡിറ്റേഷൻസ് നമുക്ക് കാണാനിടയുണ്ട്. എന്നാലും ചലിക്കുന്ന മെഡിറ്റേഷൻ, അതായത് നാം എന്താണോ ചെയ്യുന്നത്, നമ്മുടെ ചലനം എങ്ങനെയാണോ അതിൽ മുഴുകി അതിലൂടെ ധ്യാനത്തിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ് ചലിക്കുന്ന മെഡിറ്റേഷൻ എന്നുള്ളത്. അത് കാണാൻ സാധിച്ചത് തൈചിയിലാണ്. ബിക്കോസ് തൈചി 100% താളാത്മകമായ ഒരു ചലനമാണ്. ഈ വ്യായാമം ഏത് പ്രായക്കാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായം ഒരു പ്രശ്നമേ അല്ല, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും അതിന് മരുന്നുകളും ചികിത്സകളും ഒക്കെ നടക്കട്ടെ, പക്ഷേ തൈചി അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.